ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ചേരമാൻ പെരുമാൾ റളിയല്ലാഹു അൻഹുവിൻ്റെ, അതായത് താജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനടുത്തേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ സൂപ്പറാട്ടോ. അതാ നമ്മുടെ നാട്ടിലെ പോലെ ശരിക്ക് ചെമ്പരത്തിയും വാഴയും, എന്താ നമ്മളെ നാട് തന്നെ. ശരിക്കും ഈ ഒരു സ്ഥലത്ത് വന്നാൽ ശരിക്കും നമ്മളെ നാട് തന്നെ, നാട്ടിൽ നിൽക്കുന്ന സെയിം ഫീല് തന്നെ നമ്മൾ നാട്ടിൽ കൂടെ പോകുന്ന അതേപോലത്തെ വഴികൾ. റോഡിൻ്റെ രണ്ട് സൈഡിലും പുല്ലുകളൊക്കെ പിടിച്ച് അങ്ങനെ നിൽക്കുന്നു. പിന്നെ ഷീറ്റുകൾ കൊണ്ടിട്ട് ഈ വേലിയൊക്കെ കിട്ടുന്ന അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ സെയിം. തെങ്ങും വാഴയും കുറേ രണ്ട് സൈഡുകളിലായിട്ട് തോട്ടങ്ങളാണ് ഇഷ്ടം പോലെ. വാഴയും പപ്പായയും എല്ലാം കൂടി കലർന്നിട്ട് ഉള്ള തോട്ടങ്ങളാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ നാട് എങ്ങനെയാണോ അങ്ങനെ, നമ്മുടെ നാട്ടിൽ ശരിക്കും ഇപ്പം ഇങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇടയ്ക്കൂടെ കിളികളുടെ കളകളാരവങ്ങളും അപ്പോൾ അതാ ഇവിടെയാണ് താജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ഖബറുണ്ട്. ഇവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല, ഇതിലേതാണെന്ന് നമുക്കറിയത്തില്ല. ഒന്നൊരു സഹാബിയുടെ ഖബറാണ്, ഒന്ന് അദ്ദേഹത്തിൻ്റെയും ഖബറാണ്. പക്ഷെ ഇതിലേതാണ് ചേരമാൻ പെരുമാളിൻ്റെ ഖബറെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ചന്ദ്രൻ പിളർന്ന് കുറച്ച് സമയം മാറി നിന്നതും പിന്നീട് ഒരുമിച്ച് കൂടി സംഭവമൊക്കെ നമ്മൾ ഇസ്ലാമിൽ ഉണ്ടായ കാര്യമല്ലേ. അപ്പോൾ അത് കേരളത്തിലിരുന്ന് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അതിനെപ്പറ്റി അദ്ദേഹം പലരോടും ചോദിക്കുകയും ചോദിച്ചവരൊക്കെ അത് സ്വപ്നമായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നിയതായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്നൊക്കെ അറബികൾ കേരളത്തിലേക്ക് കച്ചവടത്തിനായിട്ടൊക്കെ വരുമായിരുന്നു. അപ്പോൾ കച്ചവടത്തിനായിട്ട് വന്ന അറബികളോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അറബികൾ നമ്മുടെ നാട്ടിലൊരു പ്രവാചകനുണ്ടെന്നും ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളൊക്കെ ലഭിക്കാറുണ്ടെന്നും അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കണമെന്നൊക്കെ പ്രവാചകൻ പറയുകയും അത് നാട്ടുകാരത് വിശ്വസിക്കാതിരിക്കുകയും നാട്ടുകാർക്കത് വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തെളിവ് കാണിക്കാൻ പറഞ്ഞിട്ട് ചന്ദ്രനെ പിളർപ്പിച്ച് കാണിക്കുമെന്ന് നാട്ടുകാർ ചോദിച്ചപ്പോൾ റസൂലുള്ള ദുആ ചെയ്യുകയും ചന്ദ്രൻ പിളർന്നതും അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായപ്പോൾ ആ ചന്ദ്രൻ പിളർന്ന സമയത്ത് കേരളത്തിലിരുന്ന ആ ചന്ദ്രനെ അങ്ങനെ പിളരുന്നത് കണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹം ആ അറബികളുടെ കൂടെ അറബി നാട്ടിലേക്ക് പോകുന്നതും അവിടെ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും റസൂലുള്ളാഹിൻ്റെ അടുത്തുനിന്ന് നേരിട്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും കുറേ നാൾ റസൂലുള്ളാഹിയുടെ കൂടെ അവിടെ താമസിക്കുകയും പിന്നീട് കേരളത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സലാല വഴി കപ്പലിൽ വരാൻ വേണ്ടിയിട്ട് സലാലയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് രോഗം ബാധിക്കുകയും ഇവിടെ വെച്ച് മരണപ്പെടുകയും അങ്ങനെ ഇവിടെ ഖബറടക്കുകയാണെന്നൊക്കെയാണ് ചരിത്രം. ഇപ്പോൾ നബി തങ്ങളെ കണ്ട ഏക മലയാളിയാണ് അദ്ദേഹം എന്നാണ് അറിയുന്നത്. വാഴത്തോട്ടം, സലാലയിലെ വാഴത്തോട്ടം. ഇതിനിടയ്ക്കൂടി കുറേ കുരുമുളക് കൂടിയൊക്കെ ഉണ്ട്. പിന്നെ പപ്പായ ഉണ്ട്. കൊലയൊക്കെ താഴെ കിടക്കുന്നു, ഒടിഞ്ഞു കിടക്കുന്നു. അയ്യോ, പപ്പായൊക്കെ പഴുത്ത് പോയതിൻ്റെ ബാക്കി നിൽക്കുന്നു. ഫുള്ള് സൈഡ് ഫുള്ളും വാഴത്തോട്ടം, ഇടയ്ക്കിടയ്ക്ക് തെങ്ങുണ്ട്. അവിടുത്തെ നാട്ടിൽ പോലൊരു
ചെറിയ വീടൊക്കെ കാണുന്നുണ്ട്. ഇപ്പുറത്ത് ഫുള്ള് കൂടുതലും ഇടയ്ക്ക് വാഴയുണ്ട്, കൂടുതലും പപ്പായ. നമ്മുടെ നാട്ടിൽ അയ്യത്തൊക്കെ കിടക്കണ കണക്ക് കുറേ ഓലയും മടലും സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അയ്യോ തുളസി, ഇഷ്ടം പോലെ തുളസി നിൽക്കും, ഇഷ്ടം പോലെ തുളസി നിൽക്കും കേട്ടോ. നാട്ടിൽ പോയിട്ട് സെയിം തുളസേന. കൊലയല്ല വാഴ. സലാലയിലെ വാഴത്തോട്ടത്തിൽ ഇതിലെ കട്ടുമുറിക്കുന്ന മലയാളി. അതെ, തോട്ടം സൂക്ഷിപ്പാറ്. നോക്കി നിങ്ങളുടെ കടയിലുണ്ട്, പക്ഷെ അതിന് നിങ്ങളുടെ കടയിലെ ഫ്രണ്ടിലുണ്ട്, പക്ഷെ അതിന് ഇലക്കൊരു വ്യത്യാസമുണ്ട്. ഇത് ശരിക്കും നാട്ടിലുള്ളത് തന്നെ. അങ്ങനത്തെ റിസർവ്ഡ് തോട്ടങ്ങളാണല്ലോ. ഞാനപ്പോ ആണെങ്കിലും ഇതിന്റെ നോക്കില്ലേ, ലൊക്കേഷൻ നോക്കിയില്ലേ? ആര് ഈ കേക്ക് ഉള്ളോടാ? ഓ വരുന്നത് എന്താണ്? എന്താടാ അതുവഴി അല്ലായിരിക്കും പോകുന്നേ. 10 മണിയാണോ ഇനി? അതിന്റെ അകത്ത്